എനിക്ക് തോന്നുന്നത് 2014 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. 2017 അന്ന് തന്നെ എനിക്ക് തോന്നുന്നു യോഗി ആദിത്യനാഥിനെ ഈ ഒരു ഭരണം ഏൽപ്പിച്ചത് കുറച്ചൊക്കെ അത്ര പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. യോഗി ആദിത്യനാഥ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വളരെ വലിയൊരു മാറ്റം അദ്ദേഹത്തിനും ഭരണത്തിനും ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. അതിനു മുമ്പ് യോഗി ആദിത്യനാഥിനെ കണക്ക് കൂട്ടിയിരുന്നത് നമുക്കറിയാം. നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ഫയർ ബ്രാൻഡ് ലീഡറായിരുന്നു. പക്ഷേ ഭരണമേറ്റതിന് ശേഷം ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി. എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേയുടെ ഏതോ ഒരു 2020 മറ്റോ ഒരു ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നുള്ള ഇത് അദ്ദേഹത്തിനാണ് ലഭിച്ചത്. അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു. അന്നത്തെ പത്രവാർത്തകളിൽ രസകരമായ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഗുണ്ടാ നേതാക്കൾ, ഗുണ്ടകൾ അല്ലെ ക്രിമിനലുകൾ ഒക്കെ ചിലർ പോലീസ് സ്റ്റേഷനിലാണ് കിടന്നുറങ്ങുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ എന്ന് കാണിക്കാൻ എളുപ്പവഴി പോലീസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങുകയാണ്. അതായത് വീട്ടിലാണെങ്കിൽ പറയാൻ പറ്റില്ലേ എന്ത് ചെയ്തെന്ന്. ഇപ്പോൾ ഒന്നുകിൽ ആളുകൾ അകത്ത് പോകുന്നു, അല്ലെങ്കിൽ യമപുരിക്ക് പോകുന്നു. ഇതാണ് ആ അവസ്ഥ ഉണ്ടായിരുന്നത് അവിടെ. പക്ഷേ അന്ന് വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരു രസകരമായ ഒരു കാര്യം, ഈ ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ ഇല്ലാതാക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഭയങ്കരമായ പോസിറ്റീവ് ഉണ്ടായപ്പോഴും മാധ്യമങ്ങൾ അതിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. കാര്യം മുസ്ലിങ്ങളെയാണ് കൊല്ലുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കണക്കെടുത്ത് നോക്കുമ്പോൾ അവിടെയും അങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടായില്ല. ക്രിമിനലുകൾ എല്ലാം അടിച്ചമർത്തപ്പെട്ടു, കീഴടങ്ങാത്തവർ കൊല്ലപ്പെട്ടു. വികാസ് പാണ്ഡെ എന്ന് പറയുന്ന ഒരാൾ അല്ലേ, പോലീസ് ഓഫീസറെയൊക്കെ വെടിവെച്ച് കൊന്ന അയാളെയൊക്കെ ആ ഒരു മാറ്റം ഉണ്ടാക്കി എടുക്കാൻ യോഗി ആദിത്യനാഥിന് സാധിച്ചു. ഗുണ്ടയായി പുറത്തിറങ്ങിയാൽ വെടികൊള്ളുമെന്നുള്ള കണക്കിലേക്ക് ഉത്തർപ്രദേശ് മാറി. അത് എനിക്ക് തോന്നുന്നു 2022 തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്ട് ചെയ്തു. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു സുരക്ഷ ഒരു വലിയ ഘടകം തന്നെയാണ്. നമുക്കിപ്പം ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, നമുക്ക് പണമുണ്ട്. പക്ഷെ സുരക്ഷയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. കാര്യം മരിച്ചു പോയിട്ട് ഈ പണം കാര്യമൊന്നുമില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ റിലീഫായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഏറ്റെടുക്കലും അതിനുശേഷമുള്ള ആ ഭരണവും. അതാണ് 2022 റിഫ്ലക്ട് ചെയ്തും എനിക്ക് തോന്നുന്നു 2019 സഹായിച്ചതും ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയതിന്. അല്ലെങ്കിൽ NDAക്ക് പിടിച്ചു നിൽക്കാനല്ല, അത്രയും ഇപ്പോൾ 73 നിന്ന് 64 താഴ്ന്നെങ്കിലും BSP ഒരുമിച്ച് നിന്നിട്ടും വലിയ മികച്ച രണ്ട് പാർട്ടികൾ, അതായത് വലിയ വോട്ട് ബാങ്കുള്ള രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിന്നിട്ടും 63 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. 64 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ SP-യും കോൺഗ്രസുമാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ പലരും പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അങ്ങനെയുണ്ടോ? ഇത്തവണ ശരിക്കും BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP ഇപ്പോൾ UP-യിൽ ഈ ഒരു നിർണായക വിജയങ്ങൾ BJP നേടുന്നത്, നമ്മൾ അതിലേക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കാരണം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം BJP ശരിക്കും അവിടെ ഒരു വലിയൊരു സോഷ്യൽ കൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തന്നെ SP-യും BSP-യും ഒരുമിച്ച് നിന്നു. കാരണം രണ്ട് വിഭാഗക്കാർക്കും അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾക്കും നിർണായകമായുള്ള വോട്ട് ബാങ്ക് ഉണ്ട്. SP-യുടെ മുസ്ലിം യാദവ് വോട്ട് ബാങ്ക്, പിന്നെ BSP-ക്ക് ആണെങ്കിൽ ജാദവ ദളിത് വോട്ട് ബാങ്ക്, അതിനൊപ്പം മറ്റ് ചില വോട്ട് ബാങ്ക് കൂടെ ചേരുന്നതാണ്. ഇടക്കാലത്തെ ഒരു ഗണേഷ്, ഹാത്തി ഗണേഷ്, ബ്രാഹ്മിൻസ്, ക്ഷത്രിയരൊക്കെ ഒരു വിഭാഗത്തെ ഒരടർത്തി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോട്ട് ബാങ്ക് വളരെ ഫോമിഡബിൾ ആണ്, കണക്കുകളിൽ വളരെ ശക്തമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പോലും ഏതാണ്ട് 37% വോട്ടേ ഈ രണ്ട് പാർട്ടികൾക്കും പിടിക്കാൻ സാധിച്ചുള്ളൂ. പല സ്ഥലത്തും വോട്ട് ട്രാൻസ്ഫറും കാര്യമായിട്ട് നടന്നിട്ടില്ല. പക്ഷേ BJP കഴിഞ്ഞ തവണ 51% BJP 50%, NDAക്ക് കിട്ടിയ എല്ലാം കൂടെ 51% വോട്ട് നേടിയിട്ടാണ് കഴിഞ്ഞ തവണ UP-യിൽ 62 സീറ്റ് BJP-യും 64 സീറ്റ് മൊത്തം NDA നേടിയത്. അതായത് സീറ്റുകൾ കുറഞ്ഞെങ്കിലും വോട്ട് ശതമാനം BJP-യുടെ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു 2014 അപേക്ഷിച്ച്. അപ്പം അത് നോക്കുകയാണെങ്കിൽ ഇത്തവണയും അതിലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം BJP-യുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുറേ വോട്ട് ബാങ്ക് ഉണ്ട്. നമുക്കറിയാം, ബ്രാഹ്മിൻ, ക്ഷത്രിയ, ഭൂമിഹാർ, ഈ ഒരു വിഭാഗക്കാരുടെ വോട്ട് ബാങ്ക്, ബനിയ വോട്ട് ബാങ്ക്. അതിനൊപ്പം BJP ഇപ്പം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് രാമ ജന്മഭൂമി പ്രക്ഷോഭത്തിന് ശേഷം തന്നെ BJP ആ ഒരു രീതിയിലേക്ക് മാറിയിരുന്നു. നമുക്കറിയാം OBC വിഭാഗക്കാർ ഇപ്പം ഏറ്റവും SP-യുടെ OBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദവരിൽ ഒതുങ്ങി.
കാരണം യാദവരല്ലാത്ത OBC വിഭാഗക്കാർ ഒരുപാട് പേരുണ്ട്, ചെറിയ ചെറിയ കാസ്റ്റുകൾ. അവർക്ക് യാതൊരു സ്വാധീനവും ഈ SP-യുടെ ഭരണകാലത്ത് ഉണ്ടാവില്ല. കാരണം അവരവഗണിക്കപ്പെടും. അതിന് ഒരു മാറ്റം കൊണ്ടുവന്നത് BJP ആണ്. BJP ശരിക്കും UP-യിലെ ഒരു OBC പാർട്ടിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ യാദവരല്ലാത്ത OBC വിഭാഗക്കാരിൽ ഭൂരിപക്ഷവും BJPക്ക് ഒപ്പമാണ് ഇപ്പം. കാരണം അത് ചെറിയ ചെറിയ കാസ്റ്റുകളായിരിക്കാം, 4%, 3% ഒക്കെ വരുന്ന. ഇപ്പോൾ കുർമിയുണ്ട്, അപ്നാദൾ ഓൾറെഡി കുർമി പാർട്ടിയാണ്, അവരുടെ സ്വാധീനവും ഉണ്ട്. അതിനൊപ്പം BJPക്ക് തന്നെ കുർമി വോട്ട് ബാങ്കിൽ നിർണായക സ്വാധീനമുണ്ട്. അതുകൂടാതെ ലോധ്, പിന്നെ രാജ്ബർ, നിഷാദ്, മൗര്യ, അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊലീഷൻ. അതിനൊപ്പം തന്നെ മായാവതിയുടെ ദളിത് വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായും മായാവതിയുടെ കാസ്റ്റായ ജാദവ്. ഈ ജാദവ് അല്ലാത്ത ഒരുപാട് SC വിഭാഗക്കാർ UP-യിലുണ്ട്. ഇപ്പം ഗോണ്ടുകളെ പോലെ, പാസി എന്നൊക്കെ പറയുന്നത് ഇവർ പാർശ്വവൽക്കരിക്കപ്പെട്ട, കാരണം മഹാദളിത് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇവരെയും BJP അവരുടെ ഫോൾഡിലേക്ക് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു ആവിർഭാവത്തിന് ശേഷം. ഈ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും എന്നുള്ള രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ UP-യിൽ വലിയ തോതിലുണ്ടായിരുന്നു 2014. അപ്പോൾ ഈ ദളിത് ബസ്തികളിലൊക്കെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മോദി വരണം, മോദി ഞങ്ങളുടെ കൂടി പ്രതിനിധിയാണെന്നാണ് പറയുന്നത്. കാരണം അത് ഉണ്ടാക്കിയ ഒരു ചേഞ്ച്.